ജന്മാദ്യസേതുന്യാദിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഹ്യന്തി സൂരയ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോമുഷ ധാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞത്. ശൗനകാദികൾ സ്വയം അവർ ചെയ്യുന്നതായ കർമ്മമാർഗം അതിൽ മുഴുവൻ ശരിയല്ലെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതാണ് ധൂമധൂമ്രാത്മനാം കർമ്മണി അസ്മിൻ അനാശ്വാസേ കർമ്മണി എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കർമ്മം, പൂജ, മണിയടി ഇതിൽ എപ്പോഴും സമാധാനമല്ല കിട്ടുക. അനാശ്വാസേ, ആശ്വാസമല്ല. ഈ കർമ്മകാണ്ഡത്തിനെ ഭാഗവതം അനുകൂലിക്കണേ ഇല്ല. ക്ഷേത്രമൊക്കെ കർമ്മയോഗത്തിൽ പെടും. ഇതിലൊക്കെ എത്ര തെറ്റുകൾ വരാം. പലരുടെയും അഭിപ്രായം ഇന്ന് ലോകത്തിൽ ദുരിതങ്ങൾക്ക് കാരണം ഈ ക്ഷേത്രങ്ങളാണെന്ന്. പെട്ടെന്ന് കേട്ടാൽ വളരെ തെറ്റായ ഒരു അഭിപ്രായമാണെന്ന് തോന്നും. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണം ക്ഷേത്രങ്ങളിലത്തെ നെഗറ്റീവ്സുകളാണ്. അത് വേണ്ട പോലെ കൊണ്ടുനടത്തിയാൽ കൊണ്ടുണ്ട്, അവിടെ വേണ്ട പോലെ കൊണ്ടുനടത്തണം. പക്ഷെ ശബരിമല അടക്കം നോക്കൂ, കള്ളത്തരല്ലേ നടക്കണം. അപ്പോൾ അതിൻ്റെ ദോഷം എല്ലാവരെയും ബാധിക്കും. ഒരു സംശയവും വേണ്ട, കട്ടവരെ മാത്രമല്ല ബാധിക്കുള്ളൂ. അത് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ഒരു ക്ഷേത്രത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ഒരിക്കലും ആ തെറ്റിന് ഉത്തരവാദി മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ആണ് ഒരു പരിധിവരെ ജനങ്ങളുടെ ദുരിതത്തിന് കാരണം എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഇതൊക്കെ ഇല്ലെങ്കിൽ വേദാണെന്നാണ്. കലിയുഗത്തിൽ വിശേഷിച്ച് നാമജപം അത്രയേ വേണ്ടൂ. അതിൽ തെറ്റൊന്നും വരാനില്ല. ഗുണോ കിട്ടിയതാവുകയും ചെയ്തു. ഒരു കൂട്ടം വാദിക്കുന്നുണ്ട്. അത് ഈശ്വരവാദികൾ തന്നെയാണ് വാദിക്കുന്നത്, ഈശ്വരവാദികളല്ല കേട്ടോ. അത് തെറ്റിദ്ധരിക്കേണ്ട. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതീകാരം ഇവിടെ കർമ്മണ്യസ്മിൻ അനാശ്വാസേ, സുഖം തരാത്ത കർമ്മങ്ങൾ. അതിൽ പ്രപഞ്ചത്തിൽ ഈശ്വരൻ്റെ കർമ്മങ്ങളല്ലാത്തതെന്ന് വാദിക്കുന്നവരുണ്ട്. ആ ശ്ലോകത്തിനെ അങ്ങനെ എടുക്കണു. കർമ്മമാർഗം എന്നും എടുക്കാം. രണ്ടായാലും ഇവിടെ ശരി. ഇവിടെ ഈശ്വരമാർഗത്തിലുള്ള കർമ്മങ്ങളെ പറഞ്ഞിരിക്കണം. അതൊന്നും ശരിയാവില്ല. അതാണ് കർമ്മണ്യസ്മിൻ അനാശ്വാസേ ധൂമധൂമ്രാത്മനാം. ശൗനകാദികൾ സ്വയം കർമ്മം ചെയ്യണവരാണെന്ന് അവർക്ക് സ്വയം അറിയാലോ. അങ്ങനത്തെ ഞങ്ങളെ എന്താണ് ചെയ്യുന്നത്? സൂത, ഈശ്വര കഥകളിൽ നിന്ന്, ആ കർമ്മത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയാണ്. ആപായയതി ഗോവിന്ദപാദപത്മാസവം മധു. ഈശ്വരപാദത്തിൽ മനസ്സുറയ്ക്കുന്ന കഥ പറഞ്ഞിട്ട് ആ കർമ്മത്തിൻ്റെ കുടുക്കിൽ നിന്ന് ഇങ്ങോട്ട് രക്ഷപ്പെടുത്തുകയാണ്. എപ്പോഴും ഈ കർമ്മത്തിൻ്റെയും പൂജയുടെയും മണിയുടെയും ആവാഹനത്തിൻ്റെയും പിന്നാലെ പോയാൽ സ്വയം ഉണ്ടാവില്ല. ഞാൻ ആലോചിച്ച പൂജാരികൾക്കൊക്കെ ദേഷ്യം വരും. അത് നേരെയില്ലെങ്കിൽ സംഘർഷം വരും, ടെൻഷൻ വരും, സങ്കടം വരും, നെഗറ്റീവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതില്ലാത്ത ഒരൊറ്റന്നേ ഉള്ളൂ ഭക്തിയോഗം. അപ്പോൾ ഞങ്ങളെ ആ പുക പിടിച്ച് ഈ കർമ്മം തന്നെ ശരി എന്ന് ധരിച്ചതായ ഞങ്ങളെ ദയവായിട്ടൊന്ന് ഈശ്വരകഥ കൊണ്ട് കയറ്റണം. തുലയാമലവേനാപി നസ്വർഗന്നാപുനർഭവം ഭഗവത് സംഗീതംഗത്യ മർത്യാനാങ്കിമുദാശിഷ. ഇത് ഭാഗവതത്തിൽ ഒരുപാട് പ്രാവശ്യം വരണ ഒരു ശ്ലോകാട്ടോ. പല ദിക്കിലും ആവർത്തനമുണ്ട്. ഞങ്ങൾക്ക് സ്വർഗമോ മോക്ഷമോ ഈ സത്സംഗത്തിൻ്റെ അത്ര വലുതല്ല. ന സ്വർഗം ന അപുനർഭവം. അപുനർഭവം എന്ന് പറഞ്ഞാൽ മോക്ഷം. മുക്തി കിട്ടിയ ഈശ്വരനായിട്ട് ഒന്നായി. അപ്പോൾ ഈശ്വരനെ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ്. മധുരപലഹാരമായി മാറിയ മധുരപലഹാരത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റുമോ? അത് വേറെ തന്നെ നിൽക്കണം, വേണ്ടേ? ലഡു വേറെ നിന്നാലല്ലേ ലഡു കഴിച്ച് അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ പറ്റൂ. അതുപോലെ യഥാർത്ഥ ഭക്തന്മാർക്ക് മോക്ഷം വേണ്ട. സ്വർഗം വേണോ? അതും വേണ്ട. ഇത് രണ്ടും വേണ്ടാത്തവർക്ക് ഈ ലോകത്തിലത്തെ സുഖത്തിൽ താല്പര്യം ഉണ്ടാവും. അത് അത്രയും ഇല്ല. അതുകൊണ്ട് തുലയാമ, തുല്യനം
ചെയ്യാൻ പറ്റില്ല, തുലനം ചെയ്യാൻ മോക്ഷസുഖമോ സ്വർഗസുഖമോ ഏതിനോളം വലുതല്ല? സത്സംഗത്തിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനോളം വലുതല്ല. ഭഗവത് സംഘർസ്യ, ഭഗവത് സംഘം ഉള്ളവരോട് സംഘം ഉണ്ടാവുക. മർത്യാനാം കിമുദാശിഷ. അതുകൊണ്ടാണ് അതിലെല്ലാവർക്കും താല്പര്യം കലിയുഗത്തിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഉണ്ടായി അത് ആസ്വദിച്ചവർക്കറിയാം അത്ര സുഖം ഈ ലോകത്തിൽ വേറെ ഒന്നുകൊണ്ടും കിട്ടാനില്ല എന്നുള്ളത്. കോ നാമ തൃപ്യേത് രസവിത് കഥായ. തൃപ്യേത് പ്ലസ് രസം, തൃപ്യേദ്രസ, തൃപ്യേത് രസവിത് കഥായാം മഹത്തമേകാന്തപരായണസ്യ നാന്തം ഗുണാനാം അഗുണസ്യ ജഗ്മുർയോഗേശ്വര ഏ ഭവപാത്മമുഖ്യ. ജഗ്മുർ അവസാനിക്കുകയാണ്. ജഗ്മുർ യോഗേശ്വര അത് തുടരുന്നു. കൂട്ടിച്ചേരുമ്പോൾ റിയോ എന്നാണ്. അവിടെ റിയല്ല, ശരിക്ക് ആണ് ഉള്ളത്. യോഗം, യോഗേശ്വരൻ. ജഗ്മുർ പ്ലസ് യോഗേശ്വരൻ, ജഗ്മുർ യോഗേശ്വരൻ വായിക്കാൻ പറ്റും. ജഗ്മുർ യോഗേശ്വരൻ എന്നാവിന് എക്സസൈസ് ഉണ്ട്. ജഗ്മുഹു യോഗേശ്വര വായിച്ചാൽ മതി. യോഗേശ്വര ഏ ഭവപാത്മമുഖ്യ. രസവിത്ത്, രസത്തെ അറിയുന്ന. അതാണ് ഈ കഥ എപ്പോഴും കഥയിലല്ല ആസ്വാദനം എന്നാണ്. പിന്നെന്തിലാ? കഥയുടെ രസത്തിലാണ്. അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. വേദവും വേദാന്തവും വ്യത്യാസമല്ലേ? എന്താ വേദം പറഞ്ഞാൽ? ഋഗ്യജസ് സാമ അഥർവം അല്ലേ? ആണ് വേദം പറഞ്ഞാൽ. പക്ഷെ വേദാന്തം എന്ന് പറഞ്ഞാലോ അതിലത്തെ പറഞ്ഞ സംഗതികൾക്കാണ് വേദാന്തം എന്ന് പറയുക. അത് അനുഭവമാണ്. അത് തൊട്ടറിയാനോ കേട്ടറിയാനോ പറഞ്ഞറിയാനോ. രസവിത്ത് കഥയില്ല, കഥയുടെ രസം ആസ്വാദനം എന്നൊരവസ്ഥയിലേക്ക് എത്തണം. അപ്പോഴേ നമുക്ക് ഇത് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. രസവിത് കഥായാം, അങ്ങനെ അറിയുന്ന ഏതൊരാൾ ഏകാന്തപരായണസ്യ, ആ ഭഗവാന്റെ കഥകളിൽ അതൃപ്തനാകും. കേട്ട് 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 വേണ്ട എന്ന് ആർക്കാണ് തോന്നുക? പിന്നെയും കേൾക്കണം, പിന്നെയും കേൾക്കണം, പിന്നെയും കേൾക്കണം എന്നേ തോന്നുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരിക്കൽ കേട്ട കഥ വീണ്ടും എന്താണ് കേൾക്കാൻ ഇത്ര കേട്ട മനസ്സിലായില്ലേ? ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, അതിന് കേൾക്കാൻ ആളെ കിട്ടണം. അടുത്തൊഴിക്കണം, അതന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു. അത് കേൾക്കാനും പറയാനും ആളെ കിട്ടും, നടത്താനും ആളെ കിട്ടും. കലിയുഗത്തിലല്ലേ നമ്മളെല്ലാവരും നടത്തുന്നുണ്ടാവുക. വേറെ എത്ര ആൾക്കാർ നടത്തണം? മതി. അത് അത്ഭുതമൊന്നുമില്ല. അതിൻ്റെ താല്പര്യമുള്ളവർ അത് കേൾക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും, പറയുകയും ചെയ്യും അല്ലേ? അത് എത്ര പ്രാവശ്യം ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പാണ്ടിമേളം കേട്ടിട്ടുണ്ടോ? അതന്നെയല്ലേ പിന്നെയും കൊട്ടണം. ഒരെണ്ണം വ്യത്യാസമുണ്ടോ കൊട്ടണം? ഒരൊറ്റ കോല് വ്യത്യാസമില്ല, അതന്നെ കൊട്ടണം. എത്ര ആളത് കേൾക്കണു? ഒരു വ്യത്യാസം വേണ്ടേ? ഒരു പാണ്ടിമേളവും മറ്റേ പാണ്ടിമേളവും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. കൊട്ടണത് ആരായാലും എണ്ണം തന്നെയാണ്. അത് പലർക്കും അറിയില്ല. ഈ ബ്രാൻഡിനാണ് വില, അത്രയേ ഉള്ളൂ. ആര് കൊട്ടിയാലും തായമ്പകയാണ്. പാണ്ടിമേളം പാണ്ടിമേളമാണ്. പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ താളമേളങ്ങളോടാണ് കേൾക്കണവർക്ക് കമ്പം. ആര് ചെയ്യുന്നു എന്നത് രണ്ടാം സ്ഥാനമാണ്. അതൊരു തരം എന്താ പറയേണ്ടത്, മേനിയ എന്നേ പറഞ്ഞുകൂടൂ. ഇന്നാള് കുട്ടിയ അത് കാണേണ്ടതാണേ. എന്തായാലും പ്രത്യേകതയൊന്നുമില്ല. നമ്മുടെ അറിവിൽ തോന്നുന്നില്ല കേട്ടോ. ഒക്കെ ഒന്ന് തന്നെയാണ്, എണ്ണങ്ങൾ ഒന്ന് തന്നെയാണ്. അതിൽ ചില മനോധർമ്മം ഉണ്ടാവാം. അപ്പം അത് കാണണില്ലേ, അത് കേൾക്കണില്ലേ? ഒന്നും വേണ്ട, ഈ ആന അങ്ങനെ നിൽക്കണത് കാണുക. എന്താ അപ്പം അതിലൊരു പുതുമ ആലോചിക്കും. ഒരാന നിൽക്കണു, ലേശം നേരം കണ്ടാൽ മതിയാവണ്ടേ? അതേ ആന അതേ സ്ഥാനത്ത് അടുത്ത വർഷം നിൽക്കണു കാണുന്നു. ഇതിലെന്താണ് വെറൈറ്റി ഉള്ളത്? ഒരു വെറൈറ്റി ഇല്ല. കറുത്ത് ഉയരത്തിലൊരു സാധനം. അപ്പോൾ അതാത് വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് അതാത് കാര്യങ്ങൾക്ക് ആവർത്തന വൈരസ്യമില്ല. സിനിമ രാവണപ്രഭുവും എത്ര പ്രാവശ്യം കണ്ടവരുണ്ട്, ഇനിയുണ്ടെങ്കിൽ കാണുന്നവരുണ്ട് ഇല്ലേ? അവർക്ക് അതിന് ഇൻട്രസ്റ്റഡ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ കാണുമ്പോൾ എത്ര പ്രാവശ്യം കണ്ടാലും അതിലെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം അതിൽ താല്പര്യമില്ലാത്തവർ അതിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഉണ്ടാവണ്ടല്ലേ കാണണം എന്ന പോലെ ആവർത്തനം
ഒരു വൈരസ്യമല്ല. അത് വെറുതെ വിചാരിക്കുക, ഒന്നിനുമല്ല. ഊണ് കഴിക്കണു, ഇന്നലെ ഉണ്ടത് ഇന്നും ഉണ്ടണു പറഞ്ഞ് വിഷമം ഉണ്ടാണ്ടിരിക്കണ്ടോ? പിന്നെ ഞാൻ ദോശ കഴിച്ചു, ഇന്നും ദോശ കഴിച്ചു, നാളെയും ചിലപ്പോൾ ദോശയാവും. നമ്മൾ കഴിക്കാണ്ടിരിക്കുകയൊന്നുമില്ല, വേണമെങ്കിൽ ചെന്നാൽ ഒന്ന് മാറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ആവർത്തന വിരസമില്ല. ആവർത്തന വിരസം ഉണ്ടായാൽ കഴിഞ്ഞു, പിന്നെ ജീവിതം ഉണ്ടോ? ഒരു ദിവസത്തെ ആവർത്തനം തന്നെ ഇല്ലേ പിറ്റത്തെ ദിവസം. അപ്പോൾ ഈശ്വര കഥകളുടെ താല്പര്യമുള്ളവർ ഓരോരോ ശ്ലോകമായിട്ട് ആസ്വദിക്കും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് തന്നെയാണ്, ആയിക്കോട്ടെ. അതുകൊണ്ട് അതല്ലാണ്ടേ ആവണില്ല. ഓ നാമ തൃപ്യേ രസവിത്ത് കഥായ. രസവിത്തായിട്ടുള്ള ഏതൊരാൾ, രസികന്മാരേട്ടോ, അല്ലാത്തവർക്ക് അത് മുഷിപ്പായിട്ട് തോന്നും. രസവിത്തുകളായിട്ടുള്ളൊരു ഏതൊരാൾക്കാണ് ഇതിൽ മടുപ്പുണ്ടാവുക. ഏകാന്തപരായണസ്യ കഥായാം തൃപ്യേത്. മതി എന്ന തോന്നൽ ആർക്കും ഉണ്ടാവില്ല. ഇനി ആയിക്കോട്ടെ. ആഗുണസ്യ ഗുണാനാം. ഗുണങ്ങളില്ലാത്തവൻ്റെ ഗുണമാണ് പറയണത്. ഒരു പ്രത്യേകത ഉണ്ടാവും. നാം സാത്വിക രാജസ താമസ ഗുണങ്ങളില്ലാത്തവനാണ് ഇവിടെ അഗുണൻ കേട്ടോ. അഗുണൻ, ഒരു ഗുണമില്ലാത്ത ദോഷജ്ഞൻ എന്നർത്ഥമല്ല കേട്ടോ. ഗുണമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാത്വിക രാജസ താമസ ഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്നവൻ, അതില്ലാത്തവൻ്റെ ഗുണമാണ് പറയണത്. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അന്തം ഭവത് പാത്മമുഖ്യ. ശിവൻ, ബ്രഹ്മാവ് മുതലായിട്ടുള്ളവർ പോലും, യോഗേശ്വര, യാതൊരു യോഗേശ്വരന്മാർ അത് കേട്ടാൽ അവിടുന്ന് പോവില്ല. നിർഗുണസ്വരൂപമുള്ള ബ്രഹ്മാദികളും കൂടി അറിയാൻ ഭഗവാന്റെ കഥകളുടെ രസം ആസ്വദിക്കാൻ പ്രയാസമാണ്. രസം ആസ്വദിക്കണമെങ്കിൽ പൂർവ്വ പുണ്യം വേണമെന്നാണ് പറയുന്നത്. കഥ കേൾക്കാനല്ല, കഥ എല്ലാവർക്കും കേൾക്കാം, ചെവിയില്ലവർക്കൊക്കെ. രസം ആസ്വദിച്ച് കണ്ണു അടച്ചാണ്ടിരിക്കാൻ, ഈ ശരീരത്തെ മറക്കാൻ അതെല്ലാവർക്കും കഴിയില്ല. അതാണ് വേണ്ടത്. അപ്പോഴേ കഥയുടെ പ്രയോജനം അവർക്ക് കിട്ടുള്ളൂ എന്നാണ്. രസാസ്വാദനം എന്ന് പറഞ്ഞാൽ രസവിത്ത് നമ്മുടെ ആദ്യം തന്നെ പറഞ്ഞതാ. പൂർവ്വ പുണ്യം കൊണ്ട് എത്രയേ അത് കിട്ടുള്ളൂ. അതിൽ ലയിച്ചിരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമേകാന്തപരായണസ്യ. ഏകാന്തപരായണസ്യ അതിനെ ആവർത്തിച്ചു. ഏകാന്തമായിട്ട് ആനന്ദിക്കുന്ന ഭഗവാൻ. ഹരേർ ഉദാരം ചരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിതനോത് വിദ്വൻ. ഞങ്ങളോട് ഭഗവത് പ്രധാന, ഈശ്വരപ്രാധാന്യത്തോടു കൂടിയ അങ്ങ്, ഈശ്വരൻ ഭഗവാനാകുന്ന പ്രധാനനായ അങ്ങുന്ന് സൂതനോട് പറയണം. വിദ്വൻ, അറിയാനായിട്ടുള്ള വിദ്വാനെ, സർവജ്ഞ. ഏകാന്തപരായണസ്യ ഹരേ. ഏകാന്തപരായണായിരിക്കുന്ന ഹരിയുടെ കഥ പറയണം. എങ്ങനത്തെ കഥ? വിശുദ്ധം, ഉദാരം. ഉദാരമായിരിക്കുന്ന, ഏറ്റവും ആകർഷിക്കുന്നതായ, എന്ത് വേണമെങ്കിലും അർത്ഥം പറയാം ഉദാരത്തിന്. മഹനീയമായ, വിശുദ്ധം, ശുദ്ധമായിട്ടുള്ളതായ കഥ. തച്ചരിതം ശുശ്രൂഷതാം. ശുശ്രൂഷതാം വാക്കിൻ്റെ അർത്ഥം കേൾപ്പാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട്. വിസർഗട്ട ഞങ്ങളോട്, വിസർഗം ഞങ്ങളോട്, ഞങ്ങളോട്. വിതനോതു വിസ്തരിച്ച് പറയണമേ. ഭഗവത് പ്രധാനനായിരിക്കുന്ന അങ്ങ്, ഈശ്വരനിൽ ലയിച്ച് നടക്കുന്ന സൂത, അങ്ങേപ്പോലുള്ളവർ, ഏകാന്തപരായണൻ്റെ കഥയും കൊണ്ട് നടക്കുന്നതായിട്ടുള്ള അങ്ങ്, ഹരിയുടെ ഉദാരചരിതങ്ങൾ ആരോട് പറയണം? ഞങ്ങളോട്. എങ്ങനത്തെ ഞങ്ങളോട്? ശുശ്രൂഷതാം, അർത്ഥം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങളോട്. വിശേഷണമാണ്. ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയില്ല സംസ്കൃതത്തിൽ, അർത്ഥം വേറെയാണ്. മലയാളത്തിൽ ശുശ്രൂഷയില്ല, സംസ്കൃതത്തെ ശുശ്രൂഷ. ശുശ്രൂഷതാം, ശുശ്രൂഷുപി തക്ഷണാത്. ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞു ഇല്ലേ, നിഗമകൽപ്പതറുകളിൽ എന്നുള്ള ശ്ലോകത്തിൽ ശുശ്രൂഷുപി തക്ഷണാത്. കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖം കിട്ടും. അവ കേട്ടാലോ. ശുശ്രൂഷതാം നോ വിതനോത് വിദ്വൻ. ഞങ്ങളോട് പറയണമേ. സവൈ മഹാഭാഗവത പരീക്ഷയിൽ ഏനാപവർഗാക്യം അധപ്രബുദ്ധി പരീക്ഷിത്ത് പ്ലസ് ഏന. ഏതുകൊണ്ട്? ദിയോ അവിടെ ഇല്ല. പരീക്ഷിത്ത് പ്ലസ് ഏന കൂടി ചേരുമ്പോഴാണ് പരീക്ഷിത് ദിയോന, ദിയേന എന്ന് വന്ന്. പരീക്ഷിത് എന്ന് മുറിക്കുക.
ഏന എന്ന് വായിച്ച് ശീലിക്കുക. ഏന അപവർഗാഖ്യം അതപ്രബുദ്ധി ജ്ഞാനേന വയ്യാസകി ശബ്ദിതേന ബേജേ ഖഗേന്ദ്രത്യജപാദമൂലം. എന്താണ് പറയേണ്ടത്? ചോദിച്ചതനുസരിച്ചിട്ട് പറയുക. അങ്ങനെയുണ്ടല്ലോ. ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ചില എഴുതി കൊടുക്കില്ലേ ഈ ഗായകരോട്? നോക്കാം, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞവർ പാടും. എന്ന പോലെ എന്താണ് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? മഹാഭാഗവത ഭക്തനായിട്ടുള്ള പരീക്ഷിത്ത്, ഭാഗ്യവാനായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ബുദ്ധിമാനായിരിക്കുന്ന പരീക്ഷ. അതുകൊണ്ടാണ് ഈശ്വരകഥ കേട്ടിട്ട് ഇവിടുന്നാണ് പോകണം എന്ന് തോന്നണത്. ഒക്കെ നിർത്തി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചു. സവൈ പരീക്ഷിത്ത്, അധികരിച്ച ബുദ്ധിമാനായിട്ടുള്ള പരീക്ഷിത്ത് വ്യാസപുത്രനാൽ പറയപ്പെട്ട ഏത് ജ്ഞാനം കൊണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വയ്യാസകി ശബ്ദിതേന. വയ്യാസകി ശ്രീശുകൻ, വ്യാസപുത്രനെയാണ് വയ്യാസകി. പറയപ്പെട്ട ഏതൊരു ജ്ഞാനം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് പറഞ്ഞു കൊടുത്തത്? ശുഗൻ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെയെന്ന് ചുരുക്കം ഞാൻ വളച്ചേട്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഏതൊരു ശുഗനാൽ പറയപ്പെട്ട ജ്ഞാനം കൊണ്ട് അപവർഗാഖ്യം, മോക്ഷം എന്ന പേരോട് കൂടിയ ഈശ്വരനെ ഭജിച്ചു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷമാണ്, മോക്ഷം എന്ന് പറഞ്ഞാൽ എവിടെ പോയി എത്തുക? ഈശ്വരൻ. രണ്ടും ഒന്ന് തന്നെ. അപ്പോൾ മോക്ഷം എന്ന പേരോട് കൂടിയ ഈശ്വരൻ. ഈശ്വരൻ എന്നുള്ളതിന് എന്താ വാക്ക് ഉപയോഗിച്ചത്? ഖഗേന്ദ്രധ്വജപാദം മൂലം. ഖഗേന്ദ്രൻ ഗരുഡൻ, ഖഗം പക്ഷി ശ്രേഷ്ഠൻ. അതിൽ വെച്ച് ശ്രേഷ്ഠനായതാ ഗരുഡൻ. അതാണ് ഖഗേന്ദ്ര, അർത്ഥം അങ്ങനെ വന്നത്. ഖഗം പക്ഷി, അതിൽ ശ്രേഷ്ഠൻ ഖഗേന്ദ്രൻ. ഗജേന്ദ്രൻ, ഖഗേന്ദ്രൻ, മൃഗേന്ദ്രൻ, അതിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഇന്ദ്രൻ ചേർക്കും ചിലപ്പോൾ. അപ്പം ഖഗേന്ദ്രൻ ധ്വജ എന്ന് പറഞ്ഞാലോ ഗരുഡൻ്റെ കൊടിയടയാളത്തോട് കൂടിയ വിഷ്ണുവിൻ്റെ പാദമൂലത്തെ ഭജിച്ചത് എങ്ങനെയാ? അത് ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാൻ കാരുണ്യം ഉണ്ടാവേണമേ. അതൊക്കെ പരീക്ഷത്തിൻ്റെ വിശേഷണമാണ്. സവൈ മഹാഭാഗവത പരീക്ഷ ഏന അപവർഗാഖ്യമത പ്രബുദ്ധി. മോക്ഷം എന്ന പേരോട് കൂടിയ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ, എന്താ പേര് ഉപയോഗിച്ച? ഖഗേന്ദ്രധ്വജപാദം മൂലം. വിഷ്ണു ഗരുഡൻ കൊടിയടയാളമായിട്ടുള്ള ഭഗവാന്റെ പാദമൂലത്തെ ഏതൊരു ജ്ഞാനം കൊണ്ട്, ജ്ഞാനേന വയ്യാസകി ശബ്ദിതേന ബജേ ബേജേ, ശുഗനാൽ പറയപ്പെട്ട ഏതൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടാണോ മുക്തിയെ പ്രാപിച്ചത് അല്ലെങ്കിൽ ഭജിച്ചത് എന്ന് ഞങ്ങൾക്കറിയണം. മുഴുവൻ പറയണം. തന്നെ പരം പുണ്യം അസംവൃതാർത്ഥം ആഖ്യാനമത്യത്ഭുതയോഗനിഷ്ഠം ആഖ്യാനന്ദാചരിതോപപന്നം പാരീക്ഷിതം ഭാഗവതാഭിരാമം. അസംവൃതാർത്ഥം, സുസ്പഷ്ടമായ അർത്ഥത്തോടു കൂടിയതും. ചില കഥകൾ എപ്പോഴും അർത്ഥത്തോട് കൂടിയിട്ടാണ് പറയാവൂ, തോന്നിയത് പറയല്ല എന്നർത്ഥം. അർത്ഥത്തോട് സുസമൃദ്ധ, നല്ല അർത്ഥത്തോട് കൂടിയതാ, ചിന്തിക്കാനുണ്ട് എന്നർത്ഥം. അതാണ് അർത്ഥത്തോട് കൂടിയാന്ന് പറഞ്ഞാൽ ധാരാളം ചിന്തിക്കാനുള്ള വാക്കുകളാവുക, വെറും വാക്കല്ല. പരംപുണ്യം, കേട്ടാൽ തന്നെ പുണ്യം ലഭിക്കുന്നതും ആയ അത്യത്ഭുതയോഗനിഷ്ഠം, അത്യത്ഭുതമായ യോഗത്തിൽ നിഷ്ഠയോടുകൂടിയതും. യോഗ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ വിചാരിച്ചത്? ശ്വാസം നിയന്ത്രിക്കുക, ചമ്രം പട്ടിരിക്കുക, ആസനം ജീവിക്കുക. ശരിയാണ്. ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം ഈശ്വരനോട് കൂടിയുള്ള നമ്മുടെ ചേർച്ച എന്നാണ്. അത്രേ അർത്ഥമുള്ളൂ. യഥാർത്ഥത്തിൽ ഭക്തിയോടുകൂടി ഒരാൾ ഭാഗവതം വായിക്കുക, അല്ലച്ചാൽ വിഷ്ണു സഹസ്രനാമം ചെല്ലുക, ലളിതാസഹസ്രനാമായാലും മതി. അങ്ങനെ ചെയ്താൽ അതൊരു യോഗയുടെ ഫലം ചെയ്യും എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തപ്പോൾ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. കാരണം ഈ ചമ്രം പടിഞ്ഞ് ഇരുന്ന് നേരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് യോഗത്തിൻ്റെ ഒരു പ്രധാന അംഗമാണ്. എന്നിട്ട് കണ്ണാടച്ച് നമ്മൾ മനസ്സിനെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ അത് തന്നെ ഒരു യോഗയാണ്. നമ്മൾ ഈ ഈശ്വരൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ നൽകും, നമ്മുടെ ദുഃഖത്തെ ഇല്ല, അതൊന്നും എടുക്കണ്ട. അതൊക്കെ കുറേ അഡ്വാൻസ്ഡ് ചിന്താഗതിയാണ്. അതത്രയും സാധകർക്കേ സാധിക്കൂ. എല്ലാവർക്കും ഇപ്പോൾ കാര്യം ഉണ്ടായില്ല വെച്ച് ദുഃഖിക്കേണ്ട, അതൊന്നും എല്ലാവർക്കും ഒന്നും പറ്റില്ല. ചിലർക്കേ പറ്റുള്ളൂ. ചികിത്സിക്കാതെ സൂക്കട് മാറി മേപ്പത്തൂരിന് നമുക്ക് മാറുമോ? അത് വിടൂ, അത് വിട്ട് കളയുക. പക്ഷെ അതൊരു യോഗയാണ്.
ആ യോഗ കൊണ്ട് എന്താണ് ഗുണം? രോഗങ്ങൾ വരാത്തത് വരില്ല, ഉണ്ടാവില്ല. രോഗങ്ങൾ രോഗിയായി മാറില്ല. അരോഗാവസ്ഥ നമുക്ക് പാലിക്കാൻ പറ്റും. ചില രോഗശാന്തിയും ഉണ്ടായി. പ്രഷർ കുറയുന്നുണ്ട്, ഷുഗർ കുറയുന്നുണ്ട്, അതൊക്കെ ഉണ്ടാവും. യോഗ കൊണ്ട് കുറയ്ക്കാം എന്നാണ്, മരുന്നില്ലാതെ. കൈകാലുകൾക്കൊക്കെ മരം പടിഞ്ഞിരുന്ന് ഒന്ന് നീട്ടൊന്നാനെ കുടഞ്ഞാൽ നല്ല ആയാസം കിട്ടും. നമുക്ക് യാതൊരു കുഴപ്പമില്ലാത്തൊരു ഇരുത്താണ് ഈ ചമ്രം പിടിഞ്ഞിരിക്കുക എന്നാണ്. പലർക്കും അതറിയില്ല. എന്താ ഇപ്പോൾ കസേലയിലിരുന്നിട്ട് വായിച്ചാൽ, കസേലയിലിരുന്നിട്ട് ധ്യാനിച്ചാൽ, കസേലയിലിരുന്നിട്ട് നാമം ചൊല്ലിയാൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചമ്രം പിടിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു ഗുണം കിട്ടില്ല. കാരണം അതൊരു യോഗയാണ്. 2 കാലും മടക്കി നേർന്നിരുന്നാൽ പറയുമ്പോൾ തന്നെ ചിലക്ക് കാല് കടയുണ്ടാവും അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, അത് ശീലിക്കണം. 2 നേരം ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്ന് ശീലിക്കണം. അത് ചമ്രം പടിഞ്ഞിട്ട് തന്നെ വേണം കേട്ടോ. നടന്ന് നാമം ചൊല്ലുക, കിടന്ന് നാമം ചൊല്ലുക, ഇരുന്ന് നാമം ചൊല്ലുക ഒക്കെ 2ാം സ്ഥാനവും 3ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഏതിനാന്ന് ചോദിച്ചാൽ ചമ്രം പടിഞ്ഞിരിക്കുക, നിലത്തല്ല. നല്ലപോലെ ഒരു വിരിയൊക്കെ വിരിച്ച് അവിടെ ഇരുന്ന് ശീലിക്കണം. കട്ടീൻ്റെ ആയിക്കോട്ടെ, കാല് വേദനിക്കാണ്ട്, അതിലൊന്നും തെറ്റില്ല. ശുദ്ധമായിട്ടുള്ള കുഷ്യനോ എന്തെങ്കിലും ഇട്ട് 2 നാമാണെങ്കിലും അത് ചമ്രം പടിഞ്ഞ് നീണ്ടെന്ന് പറഞ്ഞിരുന്ന് ചെല്ലുക. അതാണ് ഇവിടെ കഥാഖ്യാനം, കഥാശ്രവണം. ഇത് ഒരു യോഗയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊരു യോഗ ആവണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലാണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ടോ കിടന്നിട്ടോ കേട്ടാൽ യോഗയാവില്ല. അത്യത്ഭുത യോഗനിഷ്ഠം. ശരകഥ കേൾക്കുന്നത് ഒരു യോഗനിഷ്ഠയാണ്, വെറുതെ എന്തെങ്കിലും കേൾക്കില്ല. അനന്താചരിതോപപന്നം, ആ ഭഗവാന്റെ കർമ്മങ്ങളെ വിവരിക്കുന്ന കഥകൾ. പരീക്ഷിതനായിട്ട് ഉപദേശിച്ചു കൊടുത്തത് ഞങ്ങൾക്ക് കേൾക്കണം. പിന്നെയോ ഭാഗവതാഭിരാമം, ഭഗവത് ഭക്തന്മാരെ ആനന്ദിപ്പിക്കുന്നതായ ഭാഗവതാഭിധാനം. അഭിരാമം, ഭാഗവതന്മാർക്ക് ഇഷ്ടമുള്ള, ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരകഥയാണ്. സംശയമൊന്നുമില്ല മറുപടി പറയാൻ. കഴിഞ്ഞിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ. തത് ആഖ്യാനം, ആ ആഖ്യാനത്തെ ഞങ്ങളോട് പറയണമേ. യോഗനിഷ്ഠപ്പം എന്തൊക്കെ വിശേഷണം ഈശ്വരകഥയുടെ, അതാണ് ഇവിടെ യോഗനിഷ്ഠം. യോഗത്തിൻ്റെ ഗുണം ചെയ്യുന്ന ചില്ലറ കാര്യമല്ല, യോഗനിഷ്ഠം. പിന്നെ അനന്താചരിതോപപന്നം, ഭഗവാന്റെ കഥകൾ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നതും ഉപപന്നം. പരീക്ഷിതം, പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതും. ഭാഗവതാഭിരാമം, ഭാഗവതന്മാർക്ക് മനോമോഹനമായിട്ടുള്ളതും. 4 വിശേഷണം ഉണ്ടല്ലേ? എന്തൊക്കെയാ? യോഗനിഷ്ഠം, അനന്തോചരിതോപപന്നം, ഈശ്വരകഥകൾ അടക്കി അതിൽ ഉൾക്കൊള്ളിച്ചതായ ഈശ്വരകഥകൾ ഉൾക്കൊള്ളിച്ചതാണ് അനന്താചരിതോപപന്നം. പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതും. ഭാഗവതാഭിരാമം, ഏത് ഭാഗവതന്മാർക്ക് ഇഷ്ടമുള്ളത് ആയ ആഖ്യാനം, ഈശ്വരകഥകൾ ഞങ്ങളോട് പറഞ്ഞു തരണം. തന്നപ്പരം പുണ്യം അസംവൃതാർത്ഥം, ധാരാളം വിശിഷ്ടമായ അർത്ഥങ്ങളോടുകൂടിയ ആഖ്യാഹി, ആ ചരിതം ഞങ്ങളോട് പറഞ്ഞാലും. ശ്രുതവാച അഹോ വയം ജന്മമൃതോത്യാത്മാമൃത്താനോ വൃത്യാഭിവിലോമജാത ദഷ്കുല്യമാധിം വിധിനോതി ശീഘ്രം മഹത്തമാനാം അഭിധാനയോഗ. സൂതന് സന്തോഷമായി. ഇങ്ങനെയും ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ തനിക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയല്ലോ, അത് വലിയ സന്തോഷമാണ്. ആരോടെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിൽ ശ്രദ്ധയില്ല, പരിഹാസ ബുദ്ധിയാവുക, അങ്ങനത്തെവരുടെ മുമ്പിലിരുന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടികളാവുകയുള്ളൂ. ഇവിടെ അഹോ ആശ്ചര്യം, ഇവിടെ പറയണ വിലോമജാത. ശൗനകാദികളൊക്കെ ഉത്കൃഷ്ട ബ്രാഹ്മണ ജന്മത്തിലോ അങ്ങനെയുള്ളവരല്ല, വിലോമജാതന്മാരാണ്. താണജന്മത്തിലാണ് ജനിച്ചതെങ്കിലും നിങ്ങൾ ശ്രേഷ്ഠരാണ്. എന്ത് ജന്മം? ജന്മത്തിന് എവിടെ പ്രാധാന്യം ഭാഗവതം കൊടുത്തിട്ടേ ഇല്ല. വയം, ഞങ്ങൾ. ഇവിടെ സൂതൻ എന്ന് പറഞ്ഞാൽ തന്നെ മിശ്രജാതിയാണ് കേട്ടോ. സൂതൻ ബ്രാഹ്മണനല്ല, ഇന്നത്തെ ഭാഷയിൽ പോലെ ദളിതനാണ് എന്ന് വേണമെങ്കിൽ പറയാം. മുഖസ്ത്രീയിലുണ്ടായതാ. വിലോമജാത, താണ സമുദായത്തിൽ ജനിച്ച ഞങ്ങൾ. വൃദ്ധാനുവൃത്യ, വൃദ്ധന്മാരുടെ അനുവൃത്തി കൊണ്ട് സഫലജന്മികളായിട്ട് ഭവിച്ചു. നല്ല നല്ല ജനങ്ങളുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഉയർന്നു. അതുകൊണ്ടാണ് ഉയരേണ്ടത്. സംസർഗം കൊണ്ടും കർമ്മം കൊണ്ടും, അല്ലാണ്ട് ജന്മം കൊണ്ടല്ല. നമ്പൂതിരി, ഭട്ടതിരി, ചേനാതിരി ഇതിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു വസ്തു ഉണ്ടാവാൻ പോണില്ല.
വയം വൃദ്ധാനുവൃത്യ, വൃദ്ധന്മാരെ സേവിച്ചതുകൊണ്ട്. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ എന്നും ആവാം. ജ്ഞാനവൃദ്ധൻ, ധനവൃദ്ധൻ, വയോവൃദ്ധൻ, 4 തരത്തിലുണ്ട് വൃദ്ധന്മാരെന്നാണ് പറയുക. ഒന്ന് ഓർമ്മ തോന്നില്ല, 4 തരത്തിലാണ് വൃദ്ധന്മാർ. അപ്പോൾ ജ്ഞാനം വർദ്ധിച്ചവരെന്നും ആവാം ഇവിടെ വൃദ്ധന്മാർ, വയസ്സ് മാത്രം ആവണമെന്നില്ല. അവരുടെ ആ ചേർച്ച കൊണ്ട് ഞങ്ങൾ ജന്മസഫലന്മാരായി, സഫലമായ ജന്മത്തോടു കൂടിയവരായി. സൂതൻ മിശ്രജാതിയാണ്. അപ്പോൾ ആ സൂതൻ പറയുകയാണ്, പക്ഷേ ഞങ്ങളെങ്ങനെ ശ്രേഷ്ഠത നേടി? വൃദ്ധ അനുവൃത്യ, ജ്ഞാനികളുടെ സംസർഗം കൊണ്ടാണ്. ജന്മഭൃതോ, ജന്മത്തെ സഫലീകരിച്ചത്. ദൽക്കുല്യമാതിംബിദിനോതി ശീഘ്രം, മഹാന്മാരായിരിക്കുന്നവരുടെ അഭിധാന യോഗ, സംഭാഷണ ലാഭം. മഹാന്മാരോട് എന്തെങ്കിലുമൊക്കെ സംഭാഷണം ചെയ്താൽ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ടാവും അത്രേ. ഒന്നെങ്കിലും ഒന്ന് കിട്ടാനില്ലാതെ അവർക്ക് വെറും വാക്കില്ല എന്നാണ്. ആദി കൊണ്ടുള്ള മനപ്പീഡയും ശീഘ്രവും നശിക്കുന്നു. അതുകൊണ്ട് മഹത്തമാനാം, അത്യന്തം മഹാന്മാരായിരിക്കുന്നവരുടെ സംഭാഷണ ലാഭം, അത് വലിയൊരു ലാഭമാണ് എന്നാണ്. അതുകൊണ്ട് എന്തുണ്ടാവണു? ദുഷ്കുലത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന കുലത്തിൽ ജനിച്ചത് എന്ന ദോഷമില്ലാണ്ടാവും. എല്ലാവരും സംസർഗം കൊണ്ടാണ് ഉയരണത്. ചില ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ച് നോക്കിയാൽ അവരുടെ ഒരു ചെറിയ സംഭാഷണത്തിൽ പോലും എന്തെങ്കിലും കാര്യം ഉണ്ടാവും. നമ്മുടെ ഗുരുനാഥനൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിൽ ഒരു 1/2 മണിക്കൂർ ഇരുന്നാൽ മതി എന്നാണ്. 1/2 മണിക്കൂർ ഇരുന്നാൽ എന്തെങ്കിലും അതെന്ന് കിട്ടുന്നതാണ്. ആ കഥയല്ലാണ്ട്, ഗ്രന്ഥത്തിലുള്ള കഥയല്ലാതെ ഒരു സംഗതി നമുക്ക് പഠിക്കാണ്ടാവുന്നു. 1/2 മണിക്കൂർ കേട്ടാണ്ടാവും. അങ്ങനെ അദ്ദേഹം പറയുക, അതൊക്കെ പറഞ്ഞു പോവല്ല. ഒരു 1/2 മണിക്കൂർ കേട്ടാൽ അതിൽ എന്തൊക്കെയോ നമുക്ക് എടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ ഈ മഹത്തുക്കളുടെ ആ ഒരു സംസർഗം അത്ര ഗുണം ചെയ്യുന്നതാണ്. അവിടെ സൂതം പറയണം, മിശ്രജാതിയിൽ ജനിച്ചതായിട്ടുള്ള ജന്മ കൊണ്ട് ഉയർച്ചയില്ലാത്ത ഞങ്ങൾക്ക് അറിവുള്ളവരുടെ ചേർച്ച കൊണ്ട് ആ താഴ്ന്ന ഭാവം പോയി മനസ്സിൽ നിന്ന്. ആ ഒരു താഴ്ന്ന അവസ്ഥ മനസ്സിൽ നിന്ന് പോയി. ദൗഷ്കുല്യമാധിം വിധിനോതി, ദൗഷ്കുല്യം താഴ്ന്ന ജന്മം എന്ന ദോഷം, ഇതിനാണ് ദൗഷ്കുല്യം എന്ന് പറയുക. ആ ദൗഷ്കുല്യം പോയി. ആദി ദുഃഖം, താഴ്ന്ന ജന്മത്തിൽ ജനിച്ചത് ദുഃഖമാണ് പണ്ട്. ഇന്നതൊന്നുമില്ല കേട്ടോ. ഇപ്പം ഏത് ജന്മത്തിൽ ജനിച്ചാലും ഒരുപോലെയാണ്, അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ പണ്ടങ്ങനെയില്ല. വലിയ ജന്മത്തിൽ ജനിച്ചവർക്കൊക്കെ ശ്രേഷ്ഠതി, നെറ്റിപ്പട്ടം കെട്ടിയവർ, അല്ലാത്തവരൊന്നിനും കൊള്ളാത്തവർ, അങ്ങനെ കണക്കാക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ മനോഭാവത്തിലാണ് ഇവർ ഈ ദൗഷ്കുല്യം ആദ്യം വിധിനോതി. നല്ല ആൾക്കാരുമായിട്ടുള്ള സംഘം കൊണ്ട് നമുക്ക് ആ ദുഃഖമൊക്കെ പോയില്ലേ. നമ്മൾ താഴ്ന്നവരാണെന്നോ അങ്ങനെയുള്ള ചിന്തയൊന്നും നമ്മുടെ മനസ്സിൽ അവരുടെ വർത്തമാനം കേട്ടാൽ ഉണ്ടാവില്ല. ശീഘ്രം മഹത്തമാനാം അഭിധാനയോഗ, അതുകൊണ്ട് അവരുടെ ആ സംഭാഷണം കൊണ്ട് വേഗം മനസ്സ് ശുദ്ധാവുന്നു. കുതപ്പുനഗുണതോ നാമ തസ്യ മഹത്തമേകാന്തപരായണസ്യ യോ അനന്തശക്തിർ ഭഗവാനനന്ദോ മഹഗുണത്വാദ്യമനന്തമാഹു. മഹാന്മാരായവരുടെ ഏകാന്തപരായണസ്യ നാമത്തെ ഗൃണന്ത ഉച്ചരിക്കുന്ന, മഹത്തമേകാന്തപരായണസ്യ നേരത്തെ പറഞ്ഞ വാക്കാണത്. മഹാന്മാർ ഭഗവാന്റെ ഏകാന്തപരായണൻ ഭഗവാനാണ്. അവിടെ ഭഗവത് നാമത്തെ ദൗഷ്കുല്യം താഴ്ന്നത് എന്ന അവസ്ഥ കുത പിന്നെ പറയണമോ എന്ന് പറയണം. നാമസങ്കീർത്തനം ചെയ്യുന്നതായിട്ടുള്ള പുരുഷൻ്റെ സംഭാഷണം തന്നെ താണ അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉയർത്തും എങ്കിൽ ആ ഭഗവാന്റെ ഏകാന്തമായിട്ട് ശരണം പ്രാപിച്ചാൽ, നാമസങ്കീർത്തനം നമ്മൾ ചെയ്താൽ അതിനെത്ര ഗുണമുണ്ടാവണം. നമ്മൾ തന്നെ ഭഗവാനെ കീർത്തിക്കാനും ഭഗവാന്റെ നാമം ചെല്ലാനും ഭഗവാനെ ശരണാഗതി ഭക്തിയോടുകൂടി ചെയ്തിട്ട് കേട്ടാൽ അതിനപ്പം എത്ര ഫലം ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാണ്ട് സംഘം ഉണ്ടായാൽ മതി എന്നാണ് ആദ്യം പറഞ്ഞതേ. ശരണാഗതി പ്രാപിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യാതെ ഒരു മഹത്വമായിട്ട് കേവലം ഒരു സംഘം ഉണ്ടായാൽ അത് തന്നെ ദൗഷ്കുല്യത്തെ കളയും, താഴ്ന്നത് എന്ന അവസ്ഥയെ കളയും. എങ്കിൽ
പുനർഗുണതോ നാമതസ്യ, നാമങ്ങൾ ധാരാളം ചെല്ലാൻ തുടങ്ങുക, ഭഗവാന്റെ ആ ഭക്തി ധാരാളം മനസ്സിലുണ്ടാവുക. അപ്പോൾ പിന്നത്തെ കഥ എന്തായിരിക്കും? അതെങ്ങനെയാണ് വാക്കുകൊണ്ട് പറയാൻ പറ്റുക? ആനന്ദം ഇങ്ങനെ നിറയും മനസ്സിലല്ലേ. കാരണം അയ്യോ അനന്തശക്തി ഭഗവാൻ അനന്തോ, അനന്തശക്തിയോട് കൂടിയിട്ടുള്ള ഭഗവാൻ മഹഗുണത്താത് എം അനന്തമാഹു, മഹത്തായിട്ടുള്ള ഗുണത്തോട് കൂടിയിട്ട് ആയതുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ അനന്തൻ എന്ന് പറയുന്നു. അനന്തമായിട്ടുള്ള ഗുണങ്ങളുള്ളതോട് കൂടിയിട്ട് അനന്തൻ എന്ന് പറയപ്പെടുന്ന ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക, ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക, നാമം ജപിക്കുക, അതും കൂടിയാണ്ടായാൽ സംഘം തന്നെ നമുക്ക് താഴ്മ എന്ന ദോഷത്തെ കളയുന്നുവെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിക്കാനും മറ്റും തുടങ്ങിയാൽ ആ ഒരവസ്ഥ എത്രത്തോളമാവും എന്ന് എങ്ങനെ പറയാനായിട്ട് കഴിയും? അതുകൊണ്ട് ഈശ്വരകഥ പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തതെല്ലാം ഒന്നൊഴിയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്ന് പറയണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.